ഒരു പഴയ ഓലപ്പായയിൽ ചുരുണ്ടുകിടന്നുറങ്ങുന്ന ബാലൻ. അവന്റെ പേര് സാദിഖലി. പുലർച്ചെ കാലിൽ കിട്ടുന്ന ചവിട്ടിൽ നിന്നാണ് അവന്റെ ജീവിതത്തിലെ ദിനങ്ങൾ തുടങ്ങുന്നത്. വാപ്പ നാടുവിട്ടു. ഉമ്മ വാപ്പയുടെ സഹായിയുടെ സ്നേഹത്തണലിൽ ജീവിച്ചു. ചെറുപ്പത്തിൽ തന്നെ സാദിഖ് മനസ്സിലാക്കി, ഈ ലോകത്തവൻ ഒറ്റയാളാണെന്ന്. മദ്രസ കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ആക്രി സാധനങ്ങൾ പൊറുക്കുവാൻ അയാളോടൊപ്പം പോകണം. വിശന്നാൽ ഭക്ഷണമില്ല. സ്നേഹം തേടിയ ബാല്യത്തിന് ലഭിച്ചത് ഭീഷണിയും വേദനയും മാത്രം. ഒരു ദിവസം അവൻ നാടുവിട്ടു. യത്തീംഖാനയിൽ അഭയം പ്രാപിച്ചു. പക്ഷേ അവിടെയും അവനെ കാത്തിരുന്നത് മറ്റൊരിരുട്ടായിരുന്നു. ഒടുവിൽ അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു, ഒരു കടൽ തീരത്തെത്തിപ്പെട്ടു. അവിടെ നിന്നാണ് ജീവിതം വീണ്ടും തുടങ്ങിയത്. ഒരു നല്ല മനുഷ്യൻ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സ്കൂളിൽ ചേർത്തു. സ്നേഹം നൽകി. ആ വീട്ടിൽ അവൻ ആദ്യമായി സ്വന്തം എന്നൊരു വികാരം അനുഭവിച്ചു. പക്ഷേ 6 വർഷങ്ങൾക്ക് ശേഷം അയലത്തെ വീട്ടിലെ ഫർസാനയോട് സാദിഖിന് ഇഷ്ടം തോന്നി. എപ്പോഴും കൂടെ കളിക്കുവാൻ വരുന്ന കുട്ടിയാണ്. സ്കൂളിലേക്ക് പോകുന്നതും ഒരുമിച്ചാണ്. ഒരു സന്ധ്യ, കടൽക്കരയിലെ കാറ്റാടി മരങ്ങൾക്കിടയിൽ ഒരു നിമിഷത്തെ തെറ്റ്. സാദിഖലിയിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ഇടപെടലുണ്ടായി. ഫർസാന ഉച്ചത്തിൽ നിലവിളിച്ചു. കരച്ചിൽ നിർത്താൻ അവൻ അവളുടെ വായ് പൊത്തിപ്പിടിച്ചു. ഏതാനും നിമിഷങ്ങൾ ഫർസാനയുടെ ശരീരം നിശ്ചലമായി. സാദിഖലി കൊലയാളിയായി. ജുവനൈൽ ഹോമിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവന്റെ മനസ്സിൽ നിന്നും ഫർസാനയുടെ മുഖം മാഞ്ഞില്ല. പരോളിലിറങ്ങിയ ദിവസം അവനെ സ്വീകരിക്കാൻ വന്നത് അവൻ അഭയം നൽകിയ മനുഷ്യൻ. അയാൾക്ക് സാദിഖലി സ്വന്തം മകനെ പോലെയായിരുന്നു. അദ്ദേഹമാണ് സാദിഖലിക്കായി പരോളിന് അപേക്ഷ നൽകിയത്. എനിക്ക് നിന്നെ അറിയാമോനെ, നിനക്കവളെ കൊല്ലാൻ കഴിയില്ല. പക്ഷേ കുറ്റബോധം സാദിഖിനെ വേട്ടയാടി. ആ രാത്രിയിൽ റെയിൽപാതയിലൂടെ നടന്നുപോയ സാദിഖ് ആകാശത്തൊരു നക്ഷത്രത്തെ നോക്കി നടന്നു. അവന് തോന്നി അത് ഫർസാനയാണ്. അവൾ അവനെ വിളിക്കുന്നത് പോലെ അവന് തോന്നി. ദൂരത്ത് ട്രെയിനിന്റെ ചൂളം വിളി മുഴങ്ങി. റെയിൽപാതയിലൂടെ ഇമകൾ ഇറുക്കിയടച്ചവൻ അപ്പോൾ പൊടുന്നനെ എങ്ങോ നിന്നും പറന്നു വന്ന ഒരു കൂട്ടം ശവന്തീനി പക്ഷികൾ ആകാശത്ത് വട്ടമിട്ടു പറന്നു. ചില ബാല്യങ്ങൾ കുറ്റവാളികളായി ജനിക്കുന്നതല്ല, സാഹചര്യങ്ങൾ അവരെ അങ്ങനെ മാറ്റുന്നതാണ്. ക്രിയേറ്റഡ് ബൈ റഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. ഫോളോ ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ